രാജ്യമാകെ ശ്രദ്ധിച്ച നീറ്റ് പരീക്ഷ ക്രമക്കേടടക്കം പ്രധാന വിഷയങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചുള്ള പ്രതിഷേധം എവിടെയെന്ന ചോദ്യത്തിന് ഒടുവിൽ പരിഹാരമുണ്ടാക്കുകയാണ് ഇന്ത്യ സഖ്യം. പൊട്ടിത്തെറി ഏറെ ഉണ്ടായെങ്കിലും തൽക്കാലം വെടിനിർത്തി സമരത്തിനിറങ്ങുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനം ഇന്ത്യ സഖ്യയോഗത്തിൽ ഉയർന്നെങ്കിലും ഡൽഹിയിൽ ഫ്ലക്സുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം നടന്നെങ്കിലും പരസ്യമായി മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ നിലപാട് പറയാതെ ചർച്ചയായ വിഷയങ്ങൾ മാത്രം പറഞ്ഞായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ വാർത്താ സമ്മേളനം. കോക്രോച്ച് ജനതാ പാർട്ടി കളം പിടിക്കുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സംയുക്ത പ്രക്ഷോഭത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ ആഹ്വാനം. വോട്ട് കൊള്ളയിൽ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകാനും തീരുമാനിച്ചു. വിലക്കയറ്റവും കർഷക പ്രശ്നങ്ങളും അടക്കം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു. 5 पॉइंट पे आज सहमति जताई है और इनके लिए इन मुद्दों पर हम डट के काम करेंगे, लड़ेंगे और आगे बढ़ेंगे. It was unanimously agreed to demand the immediate resignation of the education minister because he presided over the betrayal of lakhs of youth who appeared for NEET and CBSE examination. യോഗത്തിനെത്തിയ CPIM BJP ഡീൽ ആരോപണത്തിൽ പ്രതിഷേധം അറിയിച്ചു. കോൺഗ്രസിനോട് ഇടഞ്ഞ് DMKയും ആം ആദ്മി പാർട്ടിയും യോഗം ബഹിഷ്കരിച്ചു. ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ചോദ്യത്തിനും മറുപടി നൽകാൻ നേതാക്കൾ തയ്യാറായില്ല. ധന്യവാദം. താങ്ക് യു. ഓരോ 2 മാസവും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യ സഖ്യ യോഗം ചേരാനുള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. ER രാഗേഷ് ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. ER രാഗേഷ്, റേഡിയോ പോലെയായിരുന്നു സംഭവം. ഇങ്ങോട്ട് മാത്രം പറഞ്ഞു, അങ്ങോട്ടേക്കുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല. പക്ഷേ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തി തൽക്കാലത്തേക്ക് ഒരു തടിയൂരുന്ന തരത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഒന്നിച്ചു കടക്കാനുള്ളൊരു തീരുമാനം ഏറെക്കുറെ സ്വീകരിക്കുകയാണ് ഇന്ത്യ സഖ്യം. അത് രുചീഷ്, വലിയ ഭിന്നതകൾക്കിടയിലാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നത്. കാരണം DMK ഈ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്നു. അവർ ഇല്ലാതെയാണ് ഇത്തവണത്തെ യോഗം ചേർന്നത്. കാരണം ഇതിനു മുൻപ് ഒരു യോഗം നടക്കുമ്പോൾ അന്ന് മണ്ഡല പുനർനിർണ്ണയം കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് അതിന് മുൻപിൽ നിന്നത് പാർലമെന്റിൽ, ലോക്സഭയിലൊക്കെ തന്നെ അതിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തൊക്കെ തന്നെ കനിമൊഴിയും രാജയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. പക്ഷേ ഇന്ന് അവർ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് അവരോട് സ്വീകരിച്ച സമീപനം, മുന്നണി മാറിയതൊക്കെ തന്നെയാണ് അവർ വലിയ പരാതിയായി പ്രതിഷേധമായി ഉന്നയിക്കുന്നത്. ആ നിലപാടിനോട് യോജിപ്പുള്ളവർ ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടിയും RJDയും ഒക്കെ തന്നെ DMK മടക്കിക്കൊണ്ടുവരണമെന്ന നിലപാട് സ്വീകരിച്ചു. ഒപ്പം ഈ 2 പാർട്ടികളോടും സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്ന അഭിപ്രായവും ഇവർക്കുണ്ടായിരുന്നു. ഒപ്പം CPIMും കഴിഞ്ഞ ദിവസമാണ് ഒരു കത്ത് AICC അധ്യക്ഷന് കൈമാറിയിരുന്നത്. അതും വലിയ ചർച്ചയായി. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ CPIMും അവരുടെ പ്രതിഷേധം അറിയിച്ചു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ച ഡീൽ ആരോപണത്തിലാണ് ജോൺ ബ്രിട്ടാസ്, CPIMന് പ്രതികരിച്ച കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് MP കോൺഗ്രസിനോട് ചില ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്തത്. ആ എതിർപ്പുകളൊക്കെ തന്നെ ഒരു വശത്തുണ്ടായിരുന്നു. മമതാ ബാനർജിയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ഇന്നത്തെ യോഗത്തിൽ ശ്രദ്ധാകേന്ദ്രമായി. കാരണം മമത പലപ്പോഴും ഈ യോഗത്തിൽ പങ്കെടുക്കാറില്ല. ഇതിന് നേതൃത്വം വേണമെന്നൊക്കെ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്ന നേതാവാണ്. മമത ഇന്ന് ഏതായാലും യോഗത്തിനെത്തുകയും പ്രതിപക്ഷ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്ന നിലപാടൊക്കെ തന്നെയാണ് അവർ സ്വീകരിക്കുകയും ചെയ്തത്. ഈ യോഗത്തിൽ സംസാരിച്ച AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ഐക്യം കൂടുതൽ ശക്തമാക്കണം എന്നൊരു ആഹ്വാനമാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും എതിർപ്പുകൾ ഒരു വശത്ത് വലിയ തോതിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഐക്യത്തോടെ മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന കാര്യമാണ് യോഗം പൊതുവായി സ്വീകരിച്ചത്. ഒപ്പം 5 കാര്യങ്ങൾ ഈ യോഗത്തിൽ പ്രധാനമായി അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും കൈക്കൊണ്ടു. അതിലൊന്ന്, കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ തന്നെ ഇത്തരത്തിൽ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. രണ്ടാമതായി SIRൽ ക്രമക്കേടുണ്ടെന്ന നിലപാട് ആവർത്തിക്കുന്നു. ഒപ്പം വോട്ട് കൊള്ള, അതും വോട്ടർ പട്ടികയിലും ക്രമക്കേടുണ്ട്, ആ നിലപാട് ഇന്ത്യ സഖ്യം ആവർത്തിക്കുകയാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്
ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു സർവകക്ഷി യോഗം വിളിക്കണം. കാരണം വിലക്കയറ്റം അതിരൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ലക്ഷക്കണക്കിനാണ്. ഈ സാഹചര്യത്തിൽ യോഗം വിളിക്കണം, കർഷക വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കണം എന്നൊരാവശ്യമാണ് ഇന്ത്യ സഖ്യം കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ എല്ലാ 2 മാസം കൂടുമ്പോഴും ഈ യോഗം വിളിക്കണം എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത യോഗത്തിന് തീയതി തീരുമാനിച്ചു. അത് ഹൈദരാബാദിലാകുമെന്ന പ്രഖ്യാപനവും ഇപ്പോൾ ഖർഗെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിവാദ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സഖ്യത്തിനകത്ത് തന്നെ ഭിന്നത നിൽക്കുന്നത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. എല്ലാവരും നിരന്ന് ഇരുന്നൊരു വേദിയാണ് മാധ്യമങ്ങളെയൊക്കെ തന്നെ കണ്ടതെങ്കിൽ പോലും അതിനോട് കൂടുതൽ പ്രതികരണം ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് നേതാക്കൾ ചെയ്തത്. രുചീഷ്. ശരി രാകേഷ്, എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ ഒന്നിച്ചുകൂടി 10-25 പാർട്ടികൾ ഒന്നിച്ചു ചേർന്നു. പക്ഷേ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ നേതാക്കൾ തയ്യാറായതുമില്ല.